നിഷാന്ത് എന്നാണ്. എന്റെ സ്വദേശം മഞ്ചേരിയാണ്. ഈ ഒരു മേഖലയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 വർഷത്തോളമായി വളരെ സീരിയസ് ആയിട്ട് പാഷനായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു, എൻട്രൻസ് കോച്ചിങ് സെന്ററുകളായിരുന്നു. മഞ്ചേരി, മലപ്പുറം, കോഴിക്കോടൊക്കെ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ സ്ഥാപനങ്ങൾ വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് തന്നെ ഒരു 53 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ബിസിനസ് അവസരം കിട്ടുന്നത്. ഈ ബിസിനസ്സിനകത്തോട് വന്നിട്ട് എനിക്ക് എന്ത് കിട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ബിസിനസ്സിനകത്തേക്ക് വന്ന് എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എന്റെ കടങ്ങളെല്ലാം വീട്ടാൻ സാധിച്ചു. അതിനേക്കാൾ ഉപരി ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു പൾസർ ബൈക്കിലാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം വട്ടിപ്പലിശ ധാരാളം കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വട്ടിക്ക് മീൻസ് ഒരു 10,000 രൂപ വട്ടിപ്പലിശ കൊടുക്കാനാണെങ്കിൽ അത് ഇതിലൂടെ കിട്ടുമല്ലോ തുടങ്ങിയതാണ്. ഇന്ന് ഈ ബിസിനസ്സിനകത്തൂടെ ഒരാഴ്ചയിൽ മാക്സിമം കിട്ടാവുന്ന 2,10,000 രൂപ എന്റെ അക്കൗണ്ടിലുള്ളൂ. അതിനേക്കാൾ ഉപരി ഈ ബിസിനസ്സിനകത്തൂടെ ഒരു സ്വിഫ്റ്റ് കാർ ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ 1 വർഷം മുമ്പ് ഈ ബിസിനസ്സിനകത്തൂടെ ഓൾമോസ്റ്റ് ഒരു 21 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു ഹ്യുണ്ടായി ക്രെറ്റ കാർ ചെയ്യാൻ സാധിച്ചു. കുറച്ച് ആൾക്കാരെ കയ്യിരിക്കുന്നു. 2 കാര്യം കൊണ്ടാണ്. ഒന്നിക്ക് അസൂയ, അല്ലെങ്കിൽ നമുക്കറിയാം മുന്നിക്കുന്ന കാര്യം അല്ലേ, ഇല്ലെങ്കിൽ നമ്മളെ കയ്യിരിക്കാം നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത അധികം വൈകാതെ തന്നെ ഞാൻ മറ്റൊരു കാറിലേക്ക് പ്ലാൻ ചെയ്യാണ്. കാരണം അതൊരു ടീമൊക്കെ വലുതായ ടീമിനെ എത്താൻ വേണ്ടി ഇപ്പൊ ഒരു മഹേന്ദ്ര ഇലക്ട്രിക് കാർ ട്രെൻഡാണ്. ഒരു 30 ലക്ഷം രൂപയുടെ. അത് ഉടനെ തന്നെ വാങ്ങുന്ന ഒരു പ്ലാനിലാണത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുരുതി പറക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് തന്നത് ഇന്ന് ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനി ആയിക്കൊണ്ടിരിക്കുന്ന മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ കമ്പനി തന്നെ. എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടല്ലേ? എത്ര പേർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെന്ന് കയ്യിലിക്കോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആൾക്കാരൊന്നുമില്ല. കുറെ ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പോ കൊണ്ടുവന്ന് അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറെ ആഗ്രഹക്കാരുണ്ട്. പിന്നെ കുറെ വിളിച്ചിട്ട് വരാവുന്ന മോശം വന്ന ഇപ്പൊ അങ്ങനത്തെ ആഗ്രഹക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ പരാജയപ്പെടുന്നത്, അർഹതയില്ലാത്തതുകൊണ്ടാണ്. എന്തോന്നോ, അർഹതയുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. പിന്നെ മാറാൻ തയ്യാറാവണം. ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ഞാൻ ഈ ബിസിനസ് ഇന്ന് ഈ ഒരു ബിസിനസ് അവസരം കേൾക്കാൻ വേണ്ടി മീറ്റിങ്ങിന് ഞാനൊരാള് എല്ലാ ആഴ്ച വിളിക്കുന്ന ഇന്ന് ഞാൻ വിളിച്ചു. ആള് വന്നിട്ടില്ല. ആള് വന്നെന്ന് വെച്ചാല് ആൾക്കാരെ പറ്റിക്കാറില്ല, ഞാനില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലായ വർഷങ്ങളായിട്ട് എല്ലാ ഞായറാഴ്ച ഇവിടെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുമോ? എല്ലാ ഞായറാഴ്ച ആൾക്കാരെ വിളിച്ച് പറ്റിക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് മാറാൻ തയ്യാറല്ല. ജീവിതത്തിൽ മാറ്റം വേണം, എന്നാൽ ജീവിതത്തിൽ മാറ്റം വേണം. പക്ഷെ ആ വ്യക്തി മാറാൻ തയ്യാറാണോ? അതില്ല. ബിസിനസ് എന്ന് പറയുമ്പോ അല്ല, നല്ലൊരു ബിസിനസ് ആളെ ചേർത്തില്ല. അപ്പൊ ആളുകളുടെ തെറ്റായ ആളെ ചേർത്തുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും നല്ല മേഖല. അത് മാറ്റി മനസ്സിലാക്കുക. ആളുകൾ ഇല്ലാണ്ട് ഈ ലോകത്ത് ഒന്നും നടന്നില്ല. ശരിയല്ലേ? കന്നുകാലികൾക്ക് പുറത്ത് പോലും ആൾക്കാരുണ്ടെങ്കിൽ നടക്കുള്ളൂ, മനുഷ്യന്മാരെ നടക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബിസിനസിനെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം ഇന്ന് ആപ്ലിക്കേഷൻ യുഗമാണ് അല്ലെ? നമ്മളെല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നത് ആപ്ലിക്കേഷൻ വഴിയാണ്. ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ബസ് ബുക്ക് എല്ലാം ആപ്ലിക്കേഷൻ വഴി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്ന സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് എന്തൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് മൈ ലൈഫ് സ്റ്റൈൽ ആപ്ലിക്കേഷൻ വഴി വാങ്ങുകയും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സുഹൃത്തുക്കൾക്കോ അയൽവാസികൾക്കോ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തന്നെയാണ് ഈ ബിസിനസ്സിലും. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഉൽപ്പന്നം വാങ്ങി അത് ഷെയർ ചെയ്യുക. ഇതിന്റെ ഒരു ഹോം ഷോപ്പിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് പല ആളുകളിലേക്കും എത്തിപ്പെടും. ഇങ്ങനെ നിങ്ങൾ അറിയാത്ത എത്രയോ ആളുകളിലേക്ക് നിങ്ങളുടെ ഈ ആപ്പ് എത്തുമ്പോൾ ആരൊക്കെയോ എവിടെയൊക്കെയോ കുളിക്കുകയോ പല്ലുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പൈസ വരുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിസിനസ്. ഇത് മനസ്സിലാക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ. അത് സർവേശ്വരൻ അനുഗ്രഹിക്കുന്ന ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.